കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്നുക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കെ രാഘവൻ MP നടത്തിയ ഉപവാസം അവസാനിപ്പിച്ചു. സംസ്ഥാന സർക്കാർ കോഴിക്കോടിനോട് അവഗണന കാണിക്കുകയാണെന്ന് MP പറഞ്ഞു. മിഥില ബാലൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മിഥില, കോൺഗ്രസ് വലിയ പ്രതിഷേധത്തിലായിരുന്നു, ഇപ്പോൾ ഉപവാസം അവസാനിപ്പിക്കുന്നുണ്ട്. ഇന്ന് ഇത് സംബന്ധിച്ച് തിരുവനന്തപുരത്ത് ഒരു ചർച്ച നടക്കുന്നുണ്ട്. ഈ വിതരണക്കാരുടെ കുടിശ്ശികയുമായി ബന്ധപ്പെട്ട് അതിലൊരു തീരുമാനമുണ്ടാവുകയും 11 ദിവസമായി തുടരുന്ന മരുന്ന് പ്രതിസന്ധിക്ക് ഇന്ന് പരിഹാരമാവുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാമോ ഇതിൽ? രാജ്യത്തെ ആരോഗ്യവകുപ്പ് അങ്ങനെയൊരു പ്രതീക്ഷ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇന്ന് ചർച്ചയുണ്ട്. ആ ചർച്ചയിൽ തന്നെയാണ് ആരോഗ്യവകുപ്പ് പ്രതീക്ഷ വെക്കുന്നത്. മരുന്ന് പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയും എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അതേസമയം തന്നെ കോൺഗ്രസിന്റെ ഒരു തീരുമാനം എന്നത് അല്പസമയം മുമ്പാണ്, അതായത് 8 മണിയോടെയാണ് കെ രാഘവൻ MP നടത്തി വന്ന ഉപവാസ സമരം അവസാനിച്ചത്. എഴുത്തുകാരൻ UK കുമാരനാണ് നാരങ്ങ നീര് നൽകി ഈ ഒരു സമരം അവസാനിപ്പിച്ചത്. UK കുമാരനും ഒപ്പം തന്നെ കെ രാഘവൻ MPയും സർക്കാരിനെതിരെ കടുത്ത വിമർശനമാണ് ഉന്നയിച്ചിട്ടുള്ളത്. UK കുമാരൻ പറഞ്ഞ ഒരു കാര്യം, ഇത്തരം ഒരു പ്രതിസന്ധി നിലനിൽക്കെ എഴുത്തുകാർക്ക് നോക്കി നിൽക്കാൻ കഴിയില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഈ വിഷയത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇവിടെ എത്തിയത്, പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളത്. വലിയ നീതികേടാണ് ഈ ഒരു രോഗികളോട് സർക്കാർ ചെയ്യുന്നത്. ഉത്തരവാദിത്വം സർക്കാർ നിറവേറ്റുന്നില്ല എന്ന ഒരു കടുത്ത വിമർശനമാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ കെ രാഘവൻ MP പറയുന്നു, ഇന്ന് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമായില്ലെങ്കിൽ തുടർ സമരം ഉണ്ടാകും. DCC പ്രസിഡന്റ് പറഞ്ഞ മറ്റൊരു കാര്യം എന്നത്, ആരോഗ്യവകുപ്പ് മന്ത്രി കോഴിക്കോട് വരികയാണെങ്കിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയെ വഴിയിൽ തടയും. മാത്രമല്ല ആരോഗ്യവകുപ്പ് മന്ത്രി കോഴിക്കോട്ടെ ഒരു പരിപാടിയിലും പങ്കെടുക്കാൻ അനുവദിക്കില്ല. തുടർ സമര പരിപാടികൾ ഉണ്ടാകും. മറ്റൊന്ന്, കോഴിക്കോടിനോടുള്ള അവഗണന ആരോഗ്യവകുപ്പ് തുടരുന്നു. അതിന്റെ ഭാഗമായി അദ്ദേഹം ഒരു ഉദാഹരണമായി പറഞ്ഞത്, മരുന്ന് പ്രതിസന്ധിക്ക് പുറമെ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപം റെയിൽവേ സ്റ്റേഷൻ കൗണ്ടറുണ്ട്. ഈ കൗണ്ടർ 1.5 വർഷമായി അടഞ്ഞു കിടക്കുകയാണ്. ഒരു ഒപ്പ് മാത്രം മതി. ഈ ഒപ്പ് നൽകാതെ സർക്കാരിന് അവഗണിക്കുകയാണ്. ഇത്തരത്തിൽ അക്കാര്യത്തിലും ഒരു തീരുമാനമായില്ലെങ്കിൽ പ്രിൻസിപ്പലിന്റെ റൂമിൽ കയറി താൻ സമരം നടത്തും എന്ന ഒരു മുന്നറിയിപ്പും കെ രാഘവൻ MP നൽകുന്നുണ്ട്. പ്രതീക്ഷയുണ്ട് ഇന്നത്തെ ഒരു ചർച്ചയിൽ ഈ ഒരു മരുന്ന് പ്രതിസന്ധി, കഴിഞ്ഞ 11 ദിവസമായി തുടരുന്ന മരുന്ന് പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയും എന്ന പ്രതീക്ഷ ആരോഗ്യവകുപ്പിനുണ്ട്. മിഥില ബാലൻ കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.